ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ? അതില്ലാത്തവർ ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരും. പലർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ചെയ്തു വെക്കുക. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം അവരുടെ ജിമെയിൽ അക്കൗണ്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ എന്താണ് മാർഗം എന്നുള്ളത് ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ മൊബൈലിൽ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നവർ നിർബന്ധമായും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജിമെയിൽ ഐ ഡി നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു വെക്കുക. അതിനെ നമ്മൾ ചെയ്യേണ്ടത് കേട്ടില്ലേ, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ നമ്മൾ ജിമെയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട്, അതായത് ജിമെയിൽ അക്കൗണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ ചെയ്തു വെക്കുക. സെറ്റിംഗ്സ് കാണാം, സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഗൂഗിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്ക് കാണിക്കുന്നുണ്ട്. ഏതാണോ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ഇമെയിൽ ഐ ഡിന്റെ തൊട്ട താഴെയായിട്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് താഴെ ഒരു വാർണിംഗ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ആഡ് റിക്കവറി ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. നിങ്ങളൊന്ന് ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് ഇതേപോലെ നോക്കി നോക്കുക. ഇതേമാതിരി വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിക്കവറി ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജിമെയിൽ അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട്, നിങ്ങളുടെ വീട്ടുകാരുടെ ആരെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ, അതിന്റെ തൊട്ട താഴെയായിട്ട് നമ്മുടെ ഫോൺ നമ്പർ, അഥവാ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺ നമ്പറും അതുപോലെ തന്നെ മറ്റൊരു ജിമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഒരു ജിമെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അതിന്റെ താഴെയായിട്ട് ഒരു ഫോൺ നമ്പർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അതുകൂടി കൊടുക്കുക. നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ഇത് ചെയ്തു വെക്കുക.